This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Sanskrit Pandit Dr. T.P. Radhakrishnan Nambudiri explains a Sanskrit verse from Madanapala Nikhandu which elaborates the properties and qualities of coconut water. तस्यां भाषीतलं हृद्यं दीपनं शुक्रलं लघु तत्पादपशिरो मज्जा शुक्रलावातपित्तजित् തസ്യാംഭ നാളികേരസ്യ അംഭ അമ്പസ് എന്ന ജലം നടത്തും. നാളികേരത്തിൻ്റെ ജലം എന്താ? ആ പദം തന്നെ നല്ലതാണ് അല്ലേ, ഹൃദയംഗമമായ തസ്യാംഭ ശീതളം നേരത്തെ പറഞ്ഞത് ശീതവികാരം എന്നാണ്. അതുപോലെ ശീതളം ഹൃദ്യം കുടിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ആ രസത്താണ് തസ്യാംഭ ശീതളം ഹൃദ്യം. അടുത്ത ലൈനിൽ പറയുന്നതെന്ന് വെച്ചാൽ ദീപനം ശുക്രളം ലഘു, ഗുണത്തിൽ ലഘു. ദീപനം എന്നുവെച്ചാൽ ഹൈലി ഡൈജസ്റ്റീവാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം സോഡയിൽ ഒഴിച്ചിട്ടും പല നിങ്ങൾക്ക് പല ഗുണം ഒറ്റ ഗ്ലാസ് ഇളനീര് കുടിച്ചാൽ മതി, അതുവരെ ചെയ്തെല്ലാം ശരിയാണ്. അത്രയധികം ഡൈജസ്റ്റീവാണ് എന്തെന്ന് ഈ ഇളനീരിൻ്റെ വെള്ളം എന്ന് പറയുന്നത്. ഉദ്ദേശിച്ച് നമ്മൾ തേങ്ങയേറിയതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇളനീരിൻ്റെ വെള്ളം ഉദ്ദേശിക്കുന്ന ഇടാം. തസ്യാംഭ ശീതളം ഹൃദ്യം ദീപനം ശുക്രളം ലഘു. അതുപോലെ തന്നെ ഇതിന് ഈ നേരത്തെ പറഞ്ഞ വൃഷ്യം ഭോഗസാമർഥ്യമുണ്ട്. അതായത് ഇപ്പോൾ കൗണ്ടിൻ്റെ കുറവുണ്ട്, അതിനകത്തുള്ള ശുക്ര സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് എന്താണ്, അതായത് ഇവിടെ ഈ പറയുന്നതെല്ലാം ഈ അപാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കുള്ള വിശേഷമായി പറയുന്നു. അപ്പോൾ ശുക്രളം എന്ന് പറയുന്നത് ശുക്ലത്തിൻ്റെ ഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നത് ശുക്രളം. അതുപോലെ തന്നെ ലഘു ഗുണത്തിലെന്താണ്, വളരെ ലൈറ്റായത്, കുടിച്ചപാട് ദഹിക്കുന്നുണ്ട്. തത് പാദപ ശിരോമജ്ജ, പാദം എന്നാണ് വൃക്ഷം എന്നർത്ഥം. ഈ നാളികേരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ തലയിലുള്ള ആ എന്താ പറയണ്ടേ ഓലയും ഇതെല്ലാം നീക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കുടന്ന പോലെ നമ്മൾ പറയും, അതിന് കുടന്നെന്ന് അതിന് പറയാം. ആ ഭാഗത്തിനാണ് അത് നമ്മൾ ചുരണ്ടി എടുത്തിട്ട് നിങ്ങൾ വെറുതെ തിന്നാലോ വേവിച്ച് കഴിച്ചാലോ അതിനൊക്കെ പറയുന്നത് വെച്ചാൽ അതൊരു ഔഷധമാണ്. പിന്നെ ഇതിനെല്ലാം വിശേഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൊലച്ചലാണ് നമ്മൾ അടിച്ചിട്ട് മദ്യം കള്ളാക്കിയെടുക്കുക. അപ്പോൾ അത് ശരിക്കും ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന് മണ്ടം എന്ന് പേരെന്നെ, അതിന് മണ്ടം എന്നതിൻ്റെ പേര്. അപ്പോൾ ആ ഏരിയക്ക് എന്തോ വളരെ ഈ വാറ്റിയെടുക്കുന്ന അതേ ഗുണം അതിൽ സ്പിരിറ്റ് ഉണ്ട് നടത്തും. അപ്പോൾ ആ സാധനത്തിന് ഈ മണ്ടയിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയണ്ടേ ഇതിൻ്റെ ഈ കുടന്നയിലുള്ള ആ ഒരു എന്താ പറയണ്ടേ ഒരു പദമുള്ളൊരു വസ്തുവുണ്ട് ഇതിൻ്റെ. അത് തെങ്ങ് നശിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ, മറ്റ് സാധാരണ രീതിയിൽ അത് കിട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള അതും കൂടി എന്താണ്, അത് വീണ സമയത്ത് ഉപയോഗിക്കാമെന്നാണ് പറയും. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളാണ് പറയുന്നത്. തത് പാദപ ശിരോ മജ്ജ ശുക്രളം, നേരത്തെ പറഞ്ഞ അതേ ഗുണങ്ങളാണ്, വെള്ളത്തിൻ്റെ അതേ ഗുണം തന്നെ ശുക്രളം. വാത പിത്തജിത്ത്, വാദത്തിനെ പിത്തത്തിനെ ജയിക്കാൻ, അതായത് വാതരോഗത്തിനെ പിത്തരോഗങ്ങളെ അത് കളയാൻ ഔഷധ രൂപത്തിലും ഈ അതിൻ്റെ പാദപ മജ്ജ, അതായത് വെച്ചാൽ ഈ മരത്തിൻ്റെ തലയിലുള്ള ആ മണ്ടയിലുള്ള കുടന്നാന്ന് പറയുന്ന ഭാഗത്തുള്ള ആ ഒരു പദമുള്ള ആ വസ്തു അത്രയധികം ഔഷധ ഗുണമുള്ളതാണെന്നും ഈ മദനപാല നിഘണ്ടുവിൽ പറയുന്നുണ്ട്. തസ്യാം ഭാഷീതളം ഹൃദ്യം ദീപനം ശുക്രളം ലഘു തത്പാദപശിരോ മജ്ജ ശുക്രലാവാതപിത്തജിത്ത്.